Highness. നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട 10 സിനിമകൾ. ഈ 10 സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, എവർഗ്രീൻ ആണ്. നമ്മൾ ഇതേപോലെ ആഴ്ചയിൽ ഒരുപാട് വീഡിയോസ് ഡെയിലി എന്ന് പറയുന്ന പോലെ ഇടുന്നുണ്ട്. അപ്പോൾ പേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ പേജ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് യൂട്യൂബ് നിങ്ങളെപ്പോലെയുള്ള കിടില ഓഡിയൻസിലേക്ക് നമ്മുടെ വീഡിയോ പുഷ് ചെയ്യും. അതെനിക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും. എന്നാൽ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തത് മാട്രിക്സ് എന്ന് പറയുന്ന സമയത്ത് സത്യത്തിൽ ഇതൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫിലിമാണ്. ഒരുപാട് പേര് കണ്ടിട്ടുള്ള സിനിമയാണ്, ഭൂരിഭാഗം പേരും കണ്ടിട്ടുണ്ടാവും. ഇൻ കേസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു വേൾഡാണ്. ആരാ നായകൻ എന്നറിയില്ലേ? നമ്മുടെ ജോൺ വിക്കണ്ണനാണ് ഇതിന്റെ നായകനായിട്ട് വരുന്നത്. ക്ലാസിക് സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ള സിനിമയാണ് മാട്രിക്സ്. സയൻസ് ഫിക്ഷൻ ഗണത്തിൽ വേണമെങ്കിൽ പെടുത്താം, ത്രില്ലറാക്കാം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആക്കാം, അങ്ങനെ പല സാധനത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാരണവശാല് ഈ സിനിമ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സിനിമ ഇതായിരിക്കണം. നിങ്ങൾക്ക് ഒരിക്കലും കുറ്റബോധം തോന്നാൻ യാതൊരു സാധ്യതയും മാട്രിക്സ് വരുത്തില്ല. രണ്ടാമത്തെ സിനിമ ഒരു ആനിമേഷൻ സിനിമയാണ്. ഇത് അതിമനോഹരമാണ്. നമ്മൾ ചില റിവ്യൂവേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയാറില്ല, അയാൾ റിവ്യൂ പറഞ്ഞ സിനിമാക്കാർ വരെ അയാളെ പേടിക്കുന്നുണ്ട് എന്ന് പറയുന്ന മലയാളത്തിലത്തെ പല റിവ്യൂവേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഫുഡ് റിവ്യൂവർ ഉണ്ട്, വേറൊരു പാരലൽ യൂണിവേഴ്സിലാണ്. അവിടെ കുക്കായിട്ട് എത്തുന്നത് ഒരു എലിയാണ്, ഒരു ചുണ്ടനെലിയാണ്. അപ്പോൾ അതിനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിട്ടുള്ള സിനിമയാണ്. അതിമനോഹരമാണ്, വേറെ ലെവലാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആവാനൊക്കെ സാധ്യതയുള്ള ഒരു ചിത്രമാണ്. ഒരു ആനിമേഷൻ പോകുന്ന എല്ലാ ഫീലോട് കൂടി നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ക്ലൈമാക്സ് ഒക്കെ ഉള്ള ഒരു സാധനമാണ് ഇത്. മൂന്നാമത്തെ സിനിമ ഞാൻ പറയുന്നത് ഒരു ആനിമേഷൻ സിനിമ തന്നെയാണ്. സൂട്ടോപ്പിയ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. സൂട്ടോപ്പിയ എന്ന് പറയുന്നത് പേരിൽ തന്നെ ഉണ്ടല്ലോ, ഒരു സൂല് നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നടക്കുന്ന ഒരു കഥയാണ് സൂട്ടോപ്പിയ പങ്കുവയ്ക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ കണ്ണു അടച്ച് പറയാൻ പറ്റുന്ന ഒരുപാട് ഫാൻ ബേസും പിന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആനിമേഷനിൽ ഒരു ക്ലാസിക് അല്ലെങ്കിൽ വളരെ നല്ല നർമ്മത്തിൽ മൊത്തം കൊണ്ടുപോകുന്ന ഒരു മനോഹരമായിട്ടുള്ള കഥയൊക്കെയുള്ള ഒരു കിടിലൻ സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്താണെങ്കിലും ഈ മസ്റ്റ് വാച്ച് ലിസ്റ്റിലുള്ള സാധനമാണ്, കിടിലനാണ്, കണ്ടു നോക്കുക, നിങ്ങളുടെ സമയം നഷ്ടമാവില്ല. നാലാമത്തത് 7. ഇന്ന് ഒരുപക്ഷെ ഈ സിനിമ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് തോന്നിയെന്ന് വരില്ല, പക്ഷെ പല സിനിമകൾക്കും ഉള്ള ഒരു മോട്ടിവേഷൻ ഈ സിനിമയിൽ നിന്നിട്ടാണ്. സാക്ഷാൽ ഡേവിഡ് ഫിഞ്ചർ സംവിധാനം ചെയ്തിട്ടുള്ള ക്ലൈമാക്സ് ഒക്കെ ഞെട്ടിക്കുന്ന ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത്. ഇന്നത്തെ കാലത്ത് ഇരുന്ന് കണ്ടിട്ട് ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് മുമ്പേ മനസ്സിലായി എന്ന് പറയുന്ന പലരും ഉണ്ട്. ഇതിന്റെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അവർ പല സിനിമകളും അല്ലെങ്കിൽ അവർ കമ്പയർ ചെയ്യുന്ന പല സിനിമകളും അവർ പറയുന്നത്. ഒരുപാട് സിനിമയ്ക്ക് ഇൻസ്പിറേഷനും ഇന്നും ക്ലാസിക്കൽ അല്ലെങ്കിൽ എന്നോടൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ അല്ലെങ്കിൽ ഒരു സൈക്കോ ത്രില്ലേഴ്സ് ഒക്കെ പറയണമെന്ന് പറയുവാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും ആ ഒരു ലിസ്റ്റ് പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ ഈ 7 എന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോവുക അതിന്റെ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് കാണുന്ന സമയത്താണ്. അതൊരു സിനിമേന്റെ ട്യൂണ് മുതൽ വേറെ പല കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ഒരു ഫിലിം മേക്കർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് ഞാനൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോഴ്സിന് 50% വരെ ഓഫുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ കൊടുത്ത ലിങ്കിലേക്കോ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, നമുക്ക് സെറ്റ് ചെയ്യാം. അഞ്ചാമത്തെ സിനിമ ദ വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ കൊറോണ വന്നു, ജോലിയൊക്കെ നഷ്ടപ്പെട്ടു, അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ട്രേഡിങ്ങിലേക്ക് കടക്കുന്നത്. അങ്ങനെ ട്രേഡിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ വേണമല്ലോ. അങ്ങനെ ഈ വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് ഒന്നുകൂടി ഇരുന്ന് കണ്ടു. എൻ്റെ മോനെ എച്ചാതി സാധനം എന്ന് അറിയാവോ? എച്ചാതി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിക്കാപ്രിയോന് ഇഷ്ടമാണെങ്കിലും മാർട്ടിൻ സോഴ്സിന് ഇഷ്ടമാണെങ്കിലും ഒക്കെ കണ്ണും പൂട്ടിയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മാരക പടം. മോട്ടിവേഷന്റെ പീക്കും പിന്നെ നമുക്ക് ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഷോർട്ട് കട്ടൊക്കെ എടുത്തിട്ട് പല ഏരിയയിലെത്തുന്നത്. അവർക്കൊക്കെയുള്ള ഒരു വലിയൊരു മെസ്സേജും അവിടെ നിന്ന് എങ്ങനെ തിരിച്ചു വരണം എന്നൊക്കെ ഈ സിനിമ പറയുന്നുണ്ട്. മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ കണ്ണു അടച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ദ വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഏകദേശം 3,30,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് അലോട്ട്. ആരെങ്കിലും ഇതുവരെ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഈ ആറാമത്തെ സിനിമ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സിനിമയാണ് ദ സൈലൻസ് ഓഫ് ദ ലാംബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഇതൊരു സൈക്കോ ത്രില്ലർ പാറ്റേണിലുള്ള ഒരു സാധനമാണ്. വെറും ഒരു 10-20 മിനിറ്റിന് വേണ്ടിയിട്ട് ഓസ്കാറൊക്കെ തൂക്കിയൊരു നടനൊക്കെ അഭിനയിച്ചിട്ടുള്ള സാധനമാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ ക്ലാസിക്സിൽ നിങ്ങൾ എന്താണെങ്കിലും ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമയാണ്. ഒരു സൈക്കോ ത്രില്ലറിന്റെ അടുത്തേക്ക് പോകുന്നതാണ് ചിത്രത്തിന്റെ കഥ
വരുന്നത്. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് ഈ സിനിമ നമുക്ക് തരുന്ന ഒരു മൂഡും അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ വൻ കിടുവാണ്. വൻ കിടു എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട ബ്രില്യൻ പെർഫോമൻസ് ഉള്ള, ബ്രില്യൻ മേക്കിംഗ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന സിനിമകളിൽ ഒന്ന് തന്നെയാണ് സൈലൻസ് ഓഫ് ലാം. 7ാമത്തെ സിനിമ ഞാൻ വീണ്ടും ഒരു ആനിമേഷനിലേക്ക് വരുന്നു. ഈ ആനിമേഷൻ സിനിമയുടെ പേര് ഇൻസൈഡ് ഔട്ട് എന്നാണ്. ഞാനൊരു സിനിമയിൽ പോലും ഇത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കണ്ടിട്ടില്ല. നമ്മുടെ മനുഷ്യൻ്റെ തലയ്ക്കകത്ത് പല വികാരങ്ങളുണ്ടല്ലേ, ദേഷ്യമുണ്ട്, അസൂയുണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. ഇവരൊക്കെ ഒരു ക്യാരക്ടറാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇവരെല്ലാവരും ഉള്ള ഒരാള്, അതിലൊരു മനുഷ്യനുണ്ടാവുമല്ലോ, ആ ഒരു മനുഷ്യൻ ഇവരെല്ലാവരും നിയന്ത്രിക്കുന്നു. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ആനിമേഷൻ സിനിമകളിൽ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ഒക്കെ നിൽക്കുന്ന സിനിമയാണ് ഇൻസൈഡ് ഔട്ട്. ഇതിന്റെ 2ാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് 1ാം ഭാഗമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്താണെങ്കിലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ആയിട്ട് ചെയ്ത് നോക്കേണ്ട ഒരു സിനിമയാണ് ഇൻസൈഡ് ഔട്ട്. നമ്പർ 8 ദ ബേബി ഡ്രൈവർ. ഞാൻ ഒരുപാട് കാലം മുമ്പ് ഇംഗ്ലീഷ് സിനിമകളും അന്താരാഷ്ട്ര ഫിലിംസ് ഒക്കെ കണ്ടു തുടങ്ങുന്ന ആ ഒരു സമയത്ത് കണ്ട ഒരു സിനിമയാണ്. ഇന്നും ആ സിനിമയുടെ പല ക്ലിപ്സും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കി കണ്ടാൽ അറിയാം. ഒരു പയ്യൻ ഹെഡ്ഫോണും വെച്ചിട്ട് ഇങ്ങനെ പോകുന്നത്. ഹിറ്റായിട്ടുള്ള സിനിമകളും ട്രോൾസിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു ക്ലിപ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ സാധനം ഒന്നും അറിയാതെ നൈസായിട്ട് പോയി കണ്ടുവെക്കുക. ഒരു നല്ല രസമുള്ള ഒരു സ്റ്റോറിയാണ്. ആക്ഷൻ ഉണ്ട്, ത്രില്ലിംഗ് ആണ്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് സിനിമ എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ബേബി ഡ്രൈവർ. 9 ദ സേവിംഗ് പ്രൈവറ്റ് റയാൻ. മാർട്ടിൻ സോർസേന്റെ ഒരു സാധനമില്ലേ, അബ്സല്യൂട്ട് സിനിമ. ഇതാണ് ഈ ഒരു സിനിമ. ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു പട്ടാളക്കാര് വേറൊരു പട്ടാളക്കാരനെ അന്വേഷിച്ചു പോകുന്നു. പക്ഷെ ഈ ഒരു പട്ടാളക്കാരന് വേണ്ടി അന്വേഷിച്ച് പോകുന്നത് 2ാം ലോക മഹായുദ്ധ സമയത്ത് നടക്കുന്ന ഒരു യഥാർത്ഥ കഥയാണ്. അവിടേക്ക് ആരും പോകാൻ മടിക്കും, അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സിനിമ തരുന്ന ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ തകർന്നു പോകും. അങ്ങനെയുള്ള ഒരു സാധനമാണ്. അതിനോടൊപ്പം തന്നെ ടോം ഹാങ്ക്സിന്റെ ഗംഭീര പ്രകടനവും പിന്നെ ക്യാപ്റ്റൻസി എന്താണെന്നുള്ളതും മോട്ടിവേഷൻ എന്താണെന്നുള്ളതും അന്നത്തെ കാലത്തെ ഭീകരത എന്താണെന്നുള്ളതൊക്കെ ഈ ഒരു സിനിമ പച്ചയ്ക്ക് കാണിക്കുന്നുണ്ട്. കണ്ണും ചുമ്പി പറയാം, വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന്. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് ദ സേവിംഗ് പ്രൈവറ്റ് റയാൻ. 10ാമത്തെ സിനിമ അതൊരു ആനിമേഷൻ സിനിമയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്കൊരു 18 വയസ്സുണ്ട്. ഞാൻ ഇത്രത്തോളം ആനിമേഷൻ സിനിമേനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സും ആയിട്ട് ഒരു റിയാലിറ്റീനായിട്ട് ഒട്ടും അടുത്ത് നിൽക്കാത്തതുമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നും. അപ്പം അങ്ങനെയുള്ള സ്റ്റോറികളാണല്ലോ പൊതുവെ ആനിമേഷൻ എന്ന് പറഞ്ഞ ഘട്ടത്തിൽ വരാറ്. ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കഥയാണ് അപ്പു എന്ന് പറഞ്ഞ സിനിമ പറയുന്നത്. തൻ്റെ വീട്ടിൽ ഒരു 1000-1500 ബലൂൺ കെട്ടി വീടും കൂട്ടി പറക്കുന്ന ഒരു അപ്പൂപ്പൻ്റെ കഥയാണ് പറയുന്നത്. അതിലേക്ക് ഒരു ട്രാവൽ ലവറും ആയിട്ടുള്ള ഒരാൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ ഇവരുടെ കഥ അതിമനോഹരമാവുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കം സിനിമകൾ അല്ലെങ്കിൽ ആനിമേഷൻ ആയിക്കോട്ടെ ഏത് സിനിമ ആയിക്കോട്ടെ 2 വട്ടം കണ്ടിട്ടുള്ള സിനിമകളൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഞാൻ 2 വട്ടം കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് അപ്പു എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് പരിഗണിക്കണം. നമ്മളുടെ ടോപ്പ് 10 മസ്റ്റ് വാച്ച് മൂവീസിന്റെ പാർട്ട് 2 ഇവിടെ കിടക്കുന്നുണ്ട്, പാർട്ട് 1 ഇവിടെ കിടക്കുന്നുണ്ട്. ആവശ്യക്കാരിലേക്ക് എത്തിക്കുക. പിന്നെ നമ്മുടെ ഫിലിം മേക്കിംഗ് കോഴ്സിന്റെ കേസ് ഒന്ന് പരിഗണിക്കണം കേട്ടോ.